ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിലെ വിസിയാക്കിയ ശേഷമുള്ള ആദ്യ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ചേരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സർവകലാശാല ബഡ്ജറ്റും ഇന്ന് അംഗീകരിക്കും. ശാലിനി ചേരുന്നു. ശാലിനി, ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിലെ വിസിയാക്കിയ ശേഷമുള്ള ആദ്യ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയിൽ ആകുകയുണ്ടായി. സർക്കാർ ഗവർണർക്ക് വഴങ്ങുന്ന സാഹചര്യം, അത് കോടതി സ്വാഗതം ചെയ്യുന്ന സാഹചര്യം. എന്തായാലും ആദ്യ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ചേരുമ്പോൾ നമുക്കതിനെ എങ്ങനെ കാണാം? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സർക്കാർ ഗവർണർക്ക് മുൻപിൽ മുട്ടുമടക്കിയ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം വിസിയായി സിസ തോമസ് ചുമതലയേൽക്കുകയും ചെയ്തു. ആ ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ നിർണായക നടപടിയാണ് ബോർഡ് ഓഫ് ഗവേണൻസ് യോഗം ചേരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ യോഗം ചേരാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സർവകലാശാല നേരിട്ടിരുന്നു. ഒപ്പം തന്നെ ചില നിർണായകമായിട്ടുള്ള അജണ്ടകൾ പാസ്സാക്കുന്നതും സർവകലാശാലയുടെ ബഡ്ജറ്റ് അടക്കമുള്ള കാര്യങ്ങൾ പാസ്സാക്കുന്നതും അത് ചർച്ച ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ഥിരം വിസി ഇല്ലാത്തതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്ഥിരം വിസി വന്നതോടുകൂടി അത്തരത്തിലൊരു യോഗം ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ചാൻസലർ ആയി ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ അജണ്ടയിൽ പറയുന്നത് വരുന്ന വർഷത്തേക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുക, ഒപ്പം തന്നെ ഈ ബജറ്റ് അംഗീകരിക്കുക. കാരണം നിരവധി പ്ലാനുകൾ തയ്യാറാക്കി തന്നെയാണ് സർവകലാശാല ഇത്തരത്തിലൊരു ബോർഡ് ഓഫ് ഗവേണൻസ് യോഗം ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ നടത്തിപ്പിനും വേണ്ട സമ്പാദ്യം, സാമ്പത്തികം അടക്കമുള്ള കാര്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചില അംഗങ്ങൾ അത് വലിയ രീതിയിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ മുൻ വിസി ആയിട്ടുള്ളവരെയും ഒപ്പം തന്നെ താൽക്കാലിക വിസിയെ ചുമതലയേറ്റപ്പോഴൊക്കെ സിസ തോമസിനെതിരെ അടക്കം ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇന്ന് സമാധാനപരമായ യോഗം അവിടെ നടക്കുകയാണ്. ചാൻസലർ അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഔദ്യോഗികമായി ഇനി ബജറ്റ് പാസ്സാക്കും. ഒപ്പം തന്നെ വരും കാലങ്ങളിൽ KTUവിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലും നിർണായകമായ തീരുമാനം അല്പസമയത്തിനകം ഈ യോഗം പാസ്സാക്കുകയും ചെയ്യും. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.